നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വന്നു നിനക്കിപ്പോ ഞങ്ങളെ അറിയാതായോ? ആരോ ഇത്ര ദിവസം നിന്നെ കുറിച്ച് ഒരു വിവരം ഇല്ലായിരുന്നല്ലോ. പെട്ടെന്ന് നീ എവിടെ നിന്ന് വന്നു? സത്യം പറ, നീ എങ്ങനെ ഇതിനകത്ത് കയറി? നീ എങ്ങനെ ഇതിന്റെ അകത്ത് വന്നേ? സത്യം പറ. എന്തിനാണോ നീ വീണ്ടും വന്നത്? നീ ഞങ്ങളെ വിട്ട് പോയതല്ലേ? നിങ്ങളെ പിടി ആദ്യം ഒന്ന് വിട്, ഞാനൊന്ന് ശ്വാസം എടുത്തോട്ടെ, എന്നിട്ട് ഞാൻ പറയാം. അമ്മേ, എന്റെ കഴുത്ത് തൊടല് വേദനിക്കുന്നു. എന്നാ അടിയാടി നിനക്ക് കിട്ടിയത്? ആരാ നിന്നെ അടിച്ചത്? നിന്നെ ആരെങ്കിലും തല്ലിയതാണോ അതോ എവിടെയെങ്കിലും തട്ടി വീണതാണോ? നീ കുറച്ച് വെള്ളം ഇങ്ങ് എടുത്തേ. അയ്യോ, എന്നെ പിന്നീന്ന് അടിച്ചിട്ടത് 5 സുന്ദരികളാണോന്ന് സംശയമുണ്ട്. അവർ നിന്നെ അറ്റാക്ക് ചെയ്തോ? അവര് തന്നെയാണെന്ന് ഉറപ്പാണോ? എനിക്ക് കാണാൻ പറ്റിയില്ല, പിന്നിലൂടെ വന്ന് അടിച്ചത്. ഞാൻ വീണുപോയി. പിന്നീട് നോക്കിയപ്പോ 5 സുന്ദരികൾ വടിയുമായിട്ട് നിൽക്കുന്നു. അന്ന് രാത്രിയില് അവളുമാര് കറുത്ത പുതപ്പ് പതച്ച് വടിയുമായിട്ട് വന്നില്ലേ, അതേ വടിയുമായിട്ടാ കണ്ടത്. അപ്പൊ നിന്നെ അടിച്ചിട്ടത് 5 സുന്ദരികൾ തന്നെ. അവളുമാർ ഈ ഹോസ്റ്റലിനകത്ത് ആറാടുകയാണല്ലോ. ഇത് അവസാനിപ്പിക്കണ്ടേ? നമ്മളെ ഭയപ്പെടുത്തി ദുർബലരാക്കാന്നാ അവര് കരുതുന്നത്. ആദ്യം പൊതുപ്പുകൊണ്ട് എന്നെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു, പിന്നീട് അതേ കറുത്ത പൊതുപ്പുകൊണ്ട് അലീനയെ ഭയപ്പെടുത്താൻ നോക്കി. അവരുടെ റൂമിൽ നിന്ന് മാജിക് ഗ്ലൗസ് കൊണ്ടുള്ള ഇടിയു വിളക്ക് കിട്ടി. ഇതെല്ലാം എന്താണ്? മാജിക് തന്നെയാണോ അതോ വേറെന്തെങ്കിലോ? ആളുകളെയും വസ്തുക്കളെയൊക്കെ വാനിഷ് ചെയ്യുന്ന മാജിക് പുതപ്പിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അതായിരിക്കാം അനന്യയുടെ കൈവശമുള്ളത്. എന്തായാലും അലീനെ ഒളിച്ചു നിന്നടിച്ചത് വെറുതെ വിടാൻ പറ്റില്ല. അടി കൊണ്ട് മിണ്ടാതെ നടന്നാൽ 5 സുന്ദരികൾ നാളെ നമ്മുടെ തലയിൽ കയറി നിറങ്ങും. എന്നോടിങ്ങനെ ചെയ്തത് ഞാൻ വിട്ടുകളയെന്നാണോ നിങ്ങൾ കരുതിയേ? 5 സുന്ദരികൾ കൈവച്ചതേ അലീന ഫെർണാണ്ടസിനെ. എന്റെ തിരിച്ചടി അവളുമാര് താങ്ങില്ല. പ്രതികാരം ചെയ്യണം. നാളെ തന്നെ 5നെ ഒരുമിച്ച് ഒതുക്കണം. അലീനയാണ് അവരെ ടച്ച് ചെയ്തതെങ്കിൽ അതിനു പകരം അവരുടെ കൂട്ടത്തിലെ കിരണിനെ നമ്മൾ സ്കെച്ച് ചെയ്യണം. നേരിട്ടൊന്നും ചെയ്യരുത്. അവരെങ്ങനെയാണോ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തത് അതുപോലെ തിരിച്ചടിക്കണം. ചെയ്തത് നമ്മളല്ല, പക്ഷെ നമ്മളാണെന്ന് അവർക്ക് ബോധ്യപ്പെടണം. 5 സുന്ദരികൾക്ക് ആ ഷോക്ക് കൊടുക്കാതെ ഇനി ഞാൻ അടങ്ങില്ല. എന്തൊക്കെയാ ഈ സംഭവിക്കുന്നത്? ഞാൻ എപ്പോഴും എങ്ങനെയാണ് ഇവിടെ കയറുന്നത്, അങ്ങനെ തന്നെയാണ് ഇവിടെ കയറിയത്. ഇവിടെ വന്നപ്പോ നിങ്ങൾ റൂം ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു, അങ്ങനെ ഞാൻ അകത്ത് കയറി. കഴിഞ്ഞ 4-5 ദിവസം നീ എവിടെയായിരുന്നു? ഞാൻ ആ പാവക്കാരന്റെ കൂടെ ആയിരുന്നു. അത് കള്ളം. ഞങ്ങൾ ആ പാവക്കാരന്റെ അടുത്ത് ചെന്നപ്പോ നീ സ്ഥലം വിട്ടെന്ന് അയാള് പറഞ്ഞു. നമ്മൾ അന്ന് പോയ ശേഷം ആ പാവക്കാരനെ കാണാൻ പോയിട്ടില്ലല്ലോ. അതിനിടയില് ഇവ വീണ്ടും അവിടെ പോയിട്ടുണ്ടാവും. അതെ അതെ, ഞാൻ അവിടെയായിരുന്നു. എന്നാ പിന്നെ നിനക്ക് അവിടെ തന്നെ കൂടിയ പോരായിരുന്നോ? ഇങ്ങോട്ടെന്തിനാ വന്നേ? അത് പിന്നെ
അയാൾ എന്നെ പോലീസിൽ ഒറ്റ കൊടുക്കുമെന്ന് എനിക്ക് സംശയം തോന്നി. അപ്പൊ പിന്നെ ഞാൻ അവിടെ നിന്ന് മുങ്ങി. നിനക്ക് മുങ്ങിട്ട് പൊങ്ങുള്ള സ്ഥലമാണോ ഞങ്ങളുടെ ഹോസ്റ്റല്? ആ പാവക്കാരന്റെ അടുത്തുനിന്ന് നിനക്ക് മറ്റെവിടെങ്കിലും പൊക്കൂടായിരുന്നോ? സത്യം, ഞാനും അങ്ങനെയാ ചിന്തിച്ചത്. അപ്പോഴാ നിങ്ങളുടെയൊക്കെ വിഷമത്തെ പറ്റി ഞാൻ ഓർത്തത്. ഞങ്ങൾക്ക് എന്ത് വിഷമം? ഇത്രയും നാള് ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നല്ലോ. അതിനി പെട്ടെന്ന് 4-5 ദിവസം എന്നെ കാണാതിരുന്നപ്പോ നിങ്ങളെല്ലാവരും നന്നായി വിഷമിച്ചില്ലേ? ആര് വിഷമിച്ചു? തന്റെ മുഖം കണ്ടാലറിയാം, നല്ല വിഷമമുണ്ട്. അത് ഉറങ്ങാൻ പറ്റാത്തൊരാളെ വിഷമം. നീ വന്നിറങ്ങി ഞങ്ങളുടെ ഉറക്കം കളഞ്ഞില്ലേ? ആ നോക്ക് നോക്ക് നോക്ക്, ഏറ്റവും കൂടുതൽ സങ്കടം വൃന്ദയ്ക്ക. ഞാനിവിടെ ഇല്ലാതിരുന്നപ്പോഴേ വൃന്ദയുടെ മനസ്സ് വിങ്ങി പൊട്ടുമായിരുന്നു അല്ലേ? ആണോടി? ഏയ്, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇവൻ ചുമ്മാ പറയോ? ഒരു സങ്കടമില്ലേ? ആ മേഘയുടെ മുഖം കണ്ടാലറിയാം, നല്ല ദുഃഖമുണ്ടെന്ന്. അയ്യേ, ദുഃഖമല്ലടാ, എനിക്ക് ടെൻഷനാണ്. നീ അല്ലാണ് എന്നെ സ്നാക്സ് എടുത്ത് കഴിക്കണേ. എന്താ വഴി? ആ എനിക്ക് സങ്കടമില്ലേ? തന്റെ ഈ കണ്ണട മാറ്റിലറിയ സങ്കടം. എനിക്ക് സങ്കടമല്ല, നിന്നെ പറ്റി ആകെ മൊത്തത്തിൽ എനിക്ക് സംശയമാ. ഓ ശരി, അപ്പൊ നിങ്ങൾക്ക് ആർക്ക് സങ്കടം ഇല്ല. പക്ഷേ ഒരേ ഒരാൾക്കാ എന്നെ ഓർത്ത് ദുഃഖം. അതെ, നിന്റെ തോന്നല. നീ കൂടെ ഉള്ളതാണ് ഞങ്ങളുടെ ടെൻഷൻ. നീ കൂടെ ഇല്ലെങ്കിലേ ഞങ്ങൾ എല്ലാരും ഹാപ്പിയാ. അല്ല, അത് ഞാൻ വിഷമിക്കാതിരിക്കാൻ നിങ്ങൾ വെറുതെ പറയുന്നോ? ഞാൻ കാരണം മറ്റുള്ളവർ വിഷമിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അയ്യോ എടോ മോനെ, ഇതിലൊന്നും ഞങ്ങള് വീഴില്ല. നീ ഇവിടെ ചെലവാക്കിയ നമ്പറേ മടക്കി നിന്റെ കൈ വെച്ചാ മതി. ഇത് ഞങ്ങളോട് നടക്കില്ല. ഇപ്പൊ എങ്ങനെയാണോ നീ ഇതിനകത്ത് കയറിയത് അതേപോലെ തന്നെ നീ തിരിച്ചു വെക്കും. സോറി, ഞാനേ ഈ വന്ന വഴി മറന്നുപോയി. പേടിക്കണ്ട, ഞങ്ങള് വഴി കാണിച്ചുതരാം. അപ്പോ നിങ്ങൾ എന്നെ ഇറക്കി വിടാണല്ലേ? അതെ, വേഗം സ്ഥലം വിട്ടോ. നിങ്ങൾക്കൊന്നും നന്ദിയില്ല. നിങ്ങളുടെ പൂജ മുടങ്ങാൻ നേരം ഞാനല്ലേ സഹായിച്ചത്. ആ നന്ദിയെങ്കിലും കാണിച്ചൂടെ? പാവം, ഇവൻ ഇവിടെ വന്നു പോയില്ലേ? ഇന്നിവിടെ തങ്ങിയ ശേഷം നാളെ വെളുപ്പിനെ പൊയ്ക്കോട്ടെ. ഉപകാരം ചെയ്തവരെ അവഗണിച്ച ശാപം കിട്ടുമെന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട്. നീ നിന്റെ മുത്തശ്ശനും കാരണം നമ്മൾ വീണ്ടും പ്രശ്നത്തിലാവും. ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ശ്വാസം പോലും വിടാതെ ഞാൻ എന്റെ ബെഡിൽ പോയി കിടന്നോളാം. നിന്റെ ബെഡോ? അല്ല, നമ്മുടെ ബെഡ്. ഡാ, അല്ല അല്ല, നിങ്ങളുടെ ബെഡ്. പ്ലീസ്.